നമുക്കിന്നൊരു നിലക്കടല ബർഫി ഉണ്ടാക്കാം. അതിനു വേണ്ടി പച്ച നിലക്കടല ഞാനെടുത്ത് പാനിനകത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിടണം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇതിൻ്റെ കളറൊന്നും മാറില്ല. ഈ നോൺ സ്റ്റിക്ക് പാനിനകത്താകുമ്പോൾ അത് കറക്കത്തൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ പൊടിച്ച് വരുമ്പോൾ അതിൻ്റെ തോലെല്ലാം പോകുന്ന മാതിരി വരണം. നന്നായി ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മളൊന്ന് തണുത്ത് കഴിഞ്ഞ് ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ തോലെല്ലാം ഇനി മാറി. ബാദാമും കൂടെ ചേർക്കാം. ബാദാം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ ഇത് വീട്ടാവശ്യത്തിനായതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ബാദാം ചേർക്കുന്നത്. നമുക്ക് യൂസ് ചെയ്യാനില്ല അതുകൊണ്ട്. അപ്പോൾ ഇത് കടയിലൊക്കെ ആണെങ്കിൽ ബാദാമൊന്നും ചേർക്കത്തില്ല. അതും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. നിലക്കടലയെല്ലാം ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ബാദാം ഉള്ളതുകൊണ്ടാണ് ഈ കളർ കാണുന്നത്. നമുക്കിതിനെ ഒന്ന് കരികരിപ്പായിട്ട് തരിതരിപ്പ പൊടിച്ചെടുത്തുകൊണ്ട് വരാം. കടലയെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ശർക്കരപ്പാനി കാച്ചാവേ. ഇനി മധുരത്തിന് ആവശ്യമായ വെല്ലം എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുപ്പിൽ വെച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരിഞ്ഞു വരട്ടെ. അങ്ങനെ ശർക്കരയെല്ലാം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് സിമ്മിൽ വെച്ചിട്ട് ഞാൻ വേറെ ഒരു പാനിലോട്ട് ഇത് മാറ്റുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇളക്കാനുള്ള സൗകര്യത്തിനാണ്. അതിനകത്ത് കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാം ഒന്ന് ഇതാകും. പക്ഷെ ഇതിനകത്ത് അതൊന്നും ഇല്ലാത്തതാണ്. നല്ല ശർക്കരയായിരുന്നു. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇത് ഒത്തിരി ഒന്നും ഇതാകണ്ട. നമുക്ക് ഇതിനകത്തോട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ നിലക്കടല അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്കത് സിമ്മിൽ വയ്ക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ബർബി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മിക്കവാറും വീട്ടിലില്ലാത്തപ്പോഴൊക്കെ കടയിൽ നിന്ന് മേടിച്ച് തിന്നും. എനിക്കിഷ്ടമായത്. ഇത് നമ്മുടെ നാട്ടിൽ കപ്പലണ്ടി മുട്ടായി എന്ന് പറയുമല്ലോ, അതെ, അതുമൊക്കെ എനിക്കിഷ്ടമാണ്. രണ്ടേ 2 ഐറ്റം മതി ഇതിനകത്ത്. വേറെ ഒന്നും കൂടുതലായിട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നെയ്മയം പുരട്ടിയ ഒരു പാത്രത്തിനകത്തോട്ട് ഇത് മാറ്റാമേ. ഞാൻ ഇതിനകത്തോട്ട് തന്നെയാണ്, ഈ ട്രേക്കകത്തോട്ട് തന്നെ ഇടുകയാണ്. നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം, ഷേപ്പ് കൊടുക്കാം. ഇതൊന്ന് 10 മിനിറ്റ് തണുത്തതിന് ശേഷം ഇതിൽ നിന്നും എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. എടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട്, ഇതിൻ്റെ ചൂട് കുറച്ച് നാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് കുഴയ്ക്കണം.
കുഴച്ചിട്ട് വേണം നമുക്കിത് പരത്തി കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് ഒരേ ലെവലിൽ പരത്തിയെടുക്കണം. ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, അത് വീഡിയോ റെക്കോർഡായില്ല കേട്ടോ. ഇനി നമുക്കിത് നല്ലതായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഈ ബോർഡിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബർബി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.